നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെ വാലച്ചിയ എന്ന പ്രദേശം കാടുകളും മലകളും പഴയ കോട്ടകളും നിറഞ്ഞ ഒരു ഭൂമിയായിരുന്നു. രാത്രികൾ അവിടെ വളരെ നിശബ്ദമായിരുന്നു. കാറ്റ് വീശുമ്പോൾ പോലും ആളുകൾക്ക് പേടി തോന്നും. ആ പ്രദേശത്ത് ജനിച്ച വോൾഡ് എന്ന ഒരു ബാലൻ പിന്നീട് ലോകം അവനെ ഡാർക്കുള എന്ന് വിളിച്ചു. വോൾഡിൻ്റെ ബാല്യം സാധാരണ കുട്ടികളുടേതുപോലെ ആയിരുന്നില്ല. രാജകുടുംബത്തിൽ ജനിച്ചെങ്കിലും ശത്രുക്കൾ അവനെ തടവിലാക്കി. ചെറുപ്പത്തിൽ തന്നെ യുദ്ധത്തിൻ്റെ ക്രൂരതയും മനുഷ്യരുടെ ദ്രോഹവും അവൻ കണ്ടു. തടവിൽ കഴിയുമ്പോൾ അവൻ മനസ്സിൽ ഒരു വാഗ്ദാനമെടുത്തു. ഒരിക്കൽ തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ രാജ്യത്തെ ആരും തകർക്കാൻ അനുവദിക്കില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം വോൾഡ് തൻ്റെ നാട്ടിലേക്ക് മടങ്ങി. രാജ്യം അപ്പോൾ തകർന്ന നിലയിലായിരുന്നു. കള്ളന്മാരും ദ്രോഹികളും രാജ്യം നിയന്ത്രിച്ചു. ജനങ്ങൾ ഭയത്തോടെയും നിരാശയോടെയും ജീവിച്ചു. അപ്പോൾ വോൾഡ് രാജാവായി. ആദ്യം അവൻ നീതിയോടെ രാജ്യം ഭരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശത്രുക്കൾ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. അതിനാൽ വോൾഡ് കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു. കുറ്റക്കാർക്ക് കഠിനമായ ശിക്ഷ, മരക്കുളത്തിൽ കുത്തി നിർത്തുന്ന ശിക്ഷ ഉപയോഗിച്ചതിനാൽ അവൻ ഇംപൈലർ എന്ന പേരിൽ അറിയപ്പെട്ടു. അവൻ്റെ ശത്രുക്കൾ അവനെ ക്രൂരനായി രാജാവായി ചിത്രീകരിച്ചു. എന്നാൽ ചില ജനങ്ങൾ പറഞ്ഞു അവൻ ഇല്ലായിരുന്നെങ്കിൽ രാജ്യം നശിച്ചേനെ. കാലം കടന്നപ്പോൾ ഡാർക്കുളയെക്കുറിച്ച് വിചിത്ര കഥകൾ പടർന്നു. രാത്രിയിൽ കോട്ടയുടെ മേൽക്കൂരയിൽ ഒരാൾ നടക്കുന്നത് കാവൽക്കാരന്മാർ കണ്ടുവെന്ന് പറഞ്ഞു. ചന്ദ്രപ്രകാശത്തിൽ അവൻ്റെ നീണ്ടു നീങ്ങുന്നെന്നും അവർ പറഞ്ഞു. ചിലർ അവൻ്റെ കണ്ണുകൾ ചുവന്നതുപോലെ തെളിഞ്ഞതായി പറഞ്ഞിരുന്നു. ഒരു ഗ്രാമത്തിൽ ചില ആളുകൾ രാത്രിയിൽ കാണാതാകാൻ തുടങ്ങി. കാട്ടിനുള്ളിൽ വിചിത്ര പാടുകൾ കണ്ടെത്തി. ഗ്രാമവാസികൾ പറഞ്ഞു, ഡാർക്കുളയുടെ ശാപം. ഭയം കഥകളെ കൂടുതൽ ഇരുണ്ടതാക്കി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആരും ഉറപ്പിച്ചില്ല. യുദ്ധങ്ങൾ തുടരുമ്പോൾ ഡാർക്കുള തൻ്റെ ശത്രുക്കളെ ഭീകരമായി തോൽപ്പിച്ചു. ശത്രുസൈന്യം പോലും അവനെ കണ്ടാൽ പേടിച്ചു. അവൻ്റെ പേര് കേട്ട് ചിലർ യുദ്ധം പോലും ഒഴിവാക്കി. പക്ഷേ അവൻ്റെ പ്രശസ്തി കൂടുമ്പോൾ അവനെക്കുറിച്ചുള്ള ഭീകര കഥകളും കൂടി. ഒരു രാത്രിയിൽ ഒരു യാത്രക്കാരൻ കോട്ടയ്ക്ക് സമീപം താമസിച്ചു. അവൻ പറഞ്ഞു, രാത്രിയിൽ കോട്ടയുടെ ജനലുകളിൽ വെളിച്ചം തെളിഞ്ഞു, പിന്നെ പെട്ടെന്ന് മങ്ങി. കാറ്റ് വീശുമ്പോൾ ഒരാളുടെ ചിരി കേട്ടതുപോലെ തോന്നി. ആ കഥ പിന്നീട് ഗ്രാമങ്ങളിൽ പരന്നു. വർഷങ്ങൾക്ക് ശേഷം ഡാർക്കുള യുദ്ധത്തിൽ മരിച്ചു എന്ന് പറയപ്പെട്ടു. പക്ഷേ അവൻ്റെ കഥകൾ അവസാനിച്ചില്ല. ചിലർ പറഞ്ഞു അവൻ മരിച്ചിട്ടില്ല, ഇരുട്ടിൽ ജീവിക്കുന്നു. ചിലർ പറഞ്ഞു അവൻ വാമ്പിയറായി മാറി. ഈ കഥകൾ യൂറോപ്പിൽ ഉടനീളം പരന്നു. 1897 ബ്രാം സ്റ്റോക്കർ എന്ന എഴുത്തുകാരൻ ഈ കഥകൾ കേട്ട് ഡാർക്കുള എന്ന നോവൽ എഴുതി. അവിടെ ഡാർക്കുള ഒരു രക്തം കുടിക്കുന്ന വാമ്പിയറായി മാറി. ലോകം അവനെ ഭീകര കഥാപാത്രമായി തിരിച്ചറിഞ്ഞു. ഇന്നും ആ പഴയ കോട്ടയുടെ സമീപത്ത് രാത്രിയിൽ നിൽക്കുമ്പോൾ ചിലർ പറയുന്നു, കാറ്റിനൊപ്പം ഒരു ശബ്ദം കേൾക്കാം. അത് ചരിത്രത്തിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ ഡാർക്കുളയുടെ നിഴലോ? ആരും ഉറപ്പിച്ചില്ല.